ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടി ചങ്ങനാശ്ശേരിയിലോട്ട് പോവാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ കിലോമീറ്റർ ഉണ്ട്. ഇരുന്നൊരു നാട് ഒടിഞ്ഞ് ഞങ്ങളായിട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ഇപ്പോൾ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴേക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് രണ്ടുപേരും ഇങ്ങനെ ചൂണ്ടിടുന്നുണ്ട്, ഒരാളിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ആ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളാത്തുകയറി പാലം കയറി മേളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വാളയുള്ള സ്പോട്ടാണ്. ഇപ്പോൾ വാളയുടെ സീസൺ അല്ല, പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ വേറെ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയൊക്കെ ഞങ്ങൾ ആറ്റുവാള, മണൽവാക, വരാലിനെയൊക്കെയാണ് ലക്ഷ്യം വിട്ട് പോകുന്നത്. പക്ഷേ എല്ലാം കൂടെ നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ പോയത് നല്ല രസമുള്ള കാഴ്ചകളത്. ഇവിടെ കണ്ട പാടമൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. ഉണങ്ങിയല്ല, ഇതാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്, നെല്ലൊക്കെ എടുക്കാൻ വേണ്ടി. ഗൈസ്, ഇപ്പം ഞങ്ങൾ ഇവിടെ ചെറിയൊരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ മൊത്തം നല്ല മറിച്ചിലുണ്ട്, പക്ഷെ വരാലല്ല. ഇവിടെ മൊത്തം ചെമ്പല്ലി കരി ഒക്കെയാണ് ഇവിടെ മറിയുന്നത്. നല്ല അടിപൊളി സ്ഥലം, നല്ല അടിപൊളി ഒരു സ്പോട്ടാണിത്. ഇവിടുന്ന് ഇറങ്ങാനാണ് വഴിയില്ലാതെ. ഇറങ്ങാൻ വേണ്ടി അപ്പുറത്ത് വഴിയുണ്ട് കേട്ടോ. അപ്പുറത്തൂടെ നടന്ന് പോകാനും കൊണ്ട് നൈസ് ഒരു ഏരിയ ആണിത്. കണ്ടോ, ഇവിടുന്നൊക്കെ സുഖമായിട്ട് അറിയാം. അവിടെ തെങ്ങിൻ്റെ അവിടെ ഒന്നും ഇതില്ല, ലൈൻ കമ്പി ഇങ്ങനൊന്നും ഇല്ല. ഇത് സുഖമായിട്ടൊക്കെ എറിയാൻ പറ്റും അവിടെയൊക്കെ. ഗൈസ്, ഞങ്ങളങ്ങനെ ഏതാണ്ട് ആ സ്കൂളിൽ എത്താറായി. ഇവിടെയൊക്കെ കണ്ട പാടമാണ്, വെള്ളം മൊത്തം രക്ഷയില്ലാത്ത മീനുകളുള്ള സ്ഥലമൊക്കെയാണിത്. വെള്ളം മൊത്തം പറ്റിച്ച് പിടിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ വേറൊരു സ്കൂളിലോട്ടാണ് പോയിക്കൊണ്ടത്. എത്താറായി, ഒരു കുറച്ചും കൂടെ ഉണ്ട് ഇനി. എന്തായാലും രണ്ട് സൈഡിലും പാടമാണ് ഇവിടെ കണ്ട. രണ്ട് സൈഡിലും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പാടം മൊത്തം പോയിട്ട് കഴിഞ്ഞിട്ടിരിക്കുക. ഇവിടെ അങ്ങ് ഒരു വെള്ളമില്ല. ഓരോ സ്ഥലം ഇങ്ങനെ തപ്പി പോയിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി പുലിക്കുള്ള റോഡ്, ഓഫ് റോഡിങ് ഞങ്ങളിപ്പോൾ. അതെ, നല്ല പാടം, ഒരു രക്ഷയില്ല. ഇവിടെ കണ്ടോ, കാരി ഇപ്പോൾ ഒക്കൊരു കാരിനെ പിടിച്ചുള്ളൂ. രക്ഷയില്ലാത്ത സ്ഥലം കണ്ട. എന്തായാലും ഇന്നത്തെ ചൂണ്ടുള്ള അടിപൊളിയാണ്. ഇന്നൊരു ഫുൾ വീഡിയോ ആണിത്, ഫുൾ വീഡിയോ. ഒന്നും ആഴമില്ല കണ്ടോ, വെള്ളം മൊത്തം വറ്റിച്ചെടുത്ത് ഇവിടെയൊക്കെ കണ്ടോ. രണ്ട് സൈഡാണ് കണ്ടോ, നേരൊക്കെ രണ്ട് സൈഡും പാടവാ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കണ്ടോ. ഞങ്ങൾ പിന്നെ ആ ഒരു സ്പോട്ടിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയേച്ച് പിന്നെ അവിടെ നിന്ന് പിന്നെ പോയിക്കൊണ്ടിരിക്കുക. മഴക്കാറൊക്കെ കയറി വരുന്നുണ്ട്, പക്ഷെ മഴയും പെയ്യുന്നില്ല, മഴയുമില്ല വെയിലുമില്ല. ഈ ഒരു അന്തരീക്ഷമാണ് ഒരു ചൂണ്ടലിനെ പറ്റിയൊരു അന്തരീക്ഷമാണ് ഈ ഒരു രണ്ട് അന്തരീക്ഷം. മഴക്കാറും വെയിലും ഒന്നും ഇല്ലാത്ത, അല്ല മഴക്കാറുള്ള അന്തരീക്ഷം, മഴയില്ല വെയിലും വേണ്ട, ഈ ഒരു അന്തരീക്ഷമാണ് വേണ്ടത്. ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഇട റോഡിലോട്ടുകൂടെയൊക്കെ ഇങ്ങനെ കയറി നല്ല പാടവരമ്പത്തൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല രസമുണ്ട് ഈ സ്ഥലവും, നല്ല രസമുള്ള സ്ഥലമൊക്കെ കണ്ടോ. ഇപ്പോൾ വീഡിയോക്ക് അത് കാണുന്നതാണൊക്കെയല്ലേ, ഇതിനെക്കാട്ടി നല്ല രസം. എന്തായാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാനങ്ങ് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ എടുത്ത വീഡിയോസ് എന്തായാലും ഞാൻ കൊടുക്കുന്നതായിരിക്കും, നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഞാൻ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പിന്നെയും കയറിയത് ഈ സ്ഥലം കണ്ട്, ഈ സ്പോട്ടിൽ മൊത്തം മണൽവക എന്ന് പറയുന്ന മൊത്തം അങ്ങനെ ചുമ്മാ വന്ന് മേളിൽ വന്ന് വെട്ടല പണി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലൂറങ്ങ് എടുത്തിട്ടത് ദൂരത്ത് നിന്ന് വരുന്നുണ്ടോ. എൻ്റെ ആശാനപ്പം ലൂറ് നൈസായിട്ടൊന്ന് ഇട്ട് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാളയ്ക്ക് വേണ്ടി. ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ സെറ്റപ്പ്. ഇപ്പോൾ എൻ്റെ റീലിപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ ഈ സ്റ്റിക്കിനകത്ത് വേറൊരു റീല് കയറ്റാൻ വേണ്ടി ഞാൻ പോവാണ്. ആ റീല് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്താണ് റീല് കണ്ടത്, കൽക്കട്ട
റീലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറ്റാൻ പോണത്. കയറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ട് കൽക്കട്ട ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ഞാനിപ്പം ആ നൂലിൽ കയറ്റിയിട്ട് അങ്ങോട്ടൊന്ന് കൊണ്ടുപോട്ടത് കണ്ടോ, കൽക്കട്ട കോൺഗ്രസ് ഉണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ഇനി മീൻമേലും കൊണ്ടുപോയി കാണിച്ചു തരാവേ. ഗൈസ് ഇവിടെ പറഞ്ഞാൽ അടിച്ച് നിൽക്കുവാണ്. വാളയാണോ മണൽ ഭാഗമാണെന്ന് അറിയത്തില്ല, ഏതോ എന്തായാലും അടിച്ചിരിക്കും. ഇത് പൊങ്ങിയിട്ടില്ല. ഓക്കെ ആശാനെ, ഈ ഏരിയയിൽ നിന്ന് അടിച്ചത്, ഇത് ഇവിടെ നിന്ന് അടിച്ചത്. പൊങ്ങുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടത്. നമുക്ക് നൂല് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. ചുറ്റിന് ഇതിൻ്റെ ഇത് കണ്ടിട്ട് ആശം കണ്ട് വാള എന്നാണ് തോന്നുന്നത് അല്ലേ? വാളയ വാളയ സിൽവർ കോട്ടിങ് ഉണ്ട്. പൊങ്ങി വാങ്ങുന്നു. അല്ല ഇന്ന് മേളിലോട്ട് വന്നിരുന്നു, മേളി വരുന്നുണ്ട്. ഓ കുഴപ്പമില്ല കേട്ടോ, കേട്ടോ കുഴപ്പമില്ല. എൻ്റെ മോനെ ഗൈസ് വേണ്ട, ഇതാണ് ഇത്ര നേരം വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞ വളരെ വിഷ സാധനം. തല തന്നെ ഉണ്ടോ അതിൻ്റെ? നല്ല സാധനം വേണ്ട കിട്ടിയത്. എന്തായാലും അടുത്തതിനെ പിടിക്കട്ടെ എന്തായാലും. ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തൊട്ടപ്പുറം നിന്നൊരു കയറ് മേടിച്ച് ഇങ്ങനെ മീനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാഗിനകത്ത് വെച്ച് മീൻ ചീഞ്ഞു പോകും ചിലപ്പം. അതുകൊണ്ട് ഇങ്ങനെ കയറ് കെട്ടി വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അതായത് 100 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നു, വെറുതെ ആയില്ല എന്തായാലും. നല്ല വിഷയസാധനം കിട്ടി. എന്തായാലും അടുത്ത മീനെ ഇനി കിട്ടിട്ട് അതെ ഇന്നത്തെ രണ്ടാമത്തെ വാള മറിഞ്ഞ് അടിച്ച് വരുന്നുണ്ട്. പൊങ്ങിയിട്ടില്ല ഇതുവരെ. അതെ പോത്തില്ലല്ലോ, നല്ല ഹുക്കായിരിക്കും അല്ലേ? ചെറുതറ ഗൈസ് ഇതായിരുന്നു രണ്ടാമത്തെ മീൻ. എനിക്കിത് അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം മഴക്കാറ് വന്നപ്പോൾ ഞങ്ങൾ അങ്ങ് ചാക്കിൻ്റെ അകത്ത് ഇട്ടിട്ട് അങ്ങ് അവിടെ നിന്ന് പാക്കപ്പ് ചെയ്തങ്ങ് ഇറങ്ങി വെച്ച്. പിന്നെ അവിടെ നിന്ന് ഗൈസ് ഞങ്ങളിവിടെ ചുണ്ടയുള്ള കഴിഞ്ഞത് ഇവിടെ കൈരളി ഷാപ്പ് എന്ന് പറയുന്ന ഷാപ്പിൽ ചുണ്ടടിയാൻ കയറിയാണ്. അപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ അങ്ങ് ഫുഡൊക്കെ അടിച്ച് തീർന്നു. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടത് കഴിച്ച് കുറേ ഞങ്ങൾ കഴിച്ചു, കാരണം തീരുമ്പോൾ ഇനി ഓർഡർ ചെയ്യാനേ തോന്നുള്ളൂ ഇവിടുത്തെ ടേസ്റ്റ്. ഉണ്ടോ ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പോൾ വെളിയിൽ ഇങ്ങനെ ഇരിക്കുക. ചക്കുളത്തോട്ട് പോണ റൂട്ടിലെ കൈരളി ഷാപ്പ് സ്കാനർ കണ്ടേക്കാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ, ഫിഷിങ്ങിൻ്റെ ചങ്ങനാശ്ശേരി ഫിഷിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഗൈസ് വേറൊരു വീഡിയോയിൽ കാണുന്നതിന് ഗൈസ് ബൈ. പിന്നെ ഞങ്ങളിപ്പോൾ ഷാപ്പിലേക്ക് കയറി ഫുഡൊക്കെ അടിക്കുന്നതിന് മുമ്പത്തെ ഔട്ടർ ആയിരുന്നു ഇത്. ഇപ്പോഴാണ് ഞാൻ പിന്നെ ആഡ് ചെയ്തത്. ആ വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നുണ്ട് ഗൈസ് ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.